നമസ്കാരം. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് വിവരിക്കുന്നത്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് വിവരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഭേദഗതി 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം 20. 3 രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം. 1. സാധാരണ ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിന്റെ സാധാരണ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭേദഗതി ചെയ്യുന്നു. 50% മേൽ ഉള്ള അംഗങ്ങൾ. 1. സാധാരണ ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിന്റെ സാധാരണ ഭൂരിപക്ഷം 50% മേലുള്ള അംഗങ്ങൾ ഉപയോഗിച്ച് ഭേദഗതി ചെയ്യുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത കാര്യങ്ങൾക്കാണ് ഇത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത കാര്യങ്ങൾക്കാണ് ഇത്. ഉദാഹരണം: പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കൽ, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം മാറ്റൽ, പൗരത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഉദാഹരണം: പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കൽ, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം മാറ്റൽ, പൗരത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. 2. പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി. ഭരണഘടനയുടെ പ്രധാന ഭാഗങ്ങൾ മാറ്റാൻ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഭരണഘടനയുടെ പ്രധാന ഭാഗങ്ങൾ മാറ്റാൻ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ലോകസഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം വേണം. ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം വേണം. ഉദാഹരണം: അടിസ്ഥാനാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഉദാഹരണം: അടിസ്ഥാനാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. 3. പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ്. ചില ഭേദഗതികൾക്ക് സംസ്ഥാന നിയമസഭകളുടെ അനുമതിയും ആവശ്യമാണ്. കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങൾ അനുമതി നൽകണം. 3. പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ്സ്. ചില ഭേദഗതികൾക്ക് സംസ്ഥാന നിയമസഭകളുടെ അനുമതിയും ആവശ്യമാണ്. കുറഞ്ഞത് പകുതി സംസ്ഥാനങ്ങൾ അനുമതി നൽകണം. ഉദാഹരണം: രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും തമ്മിലുള്ള ബന്ധം, പാർലമെന്റും സംസ്ഥാന നിയമസഭകളും തമ്മിലുള്ള അധികാര വിനിമയം. ഉദാഹരണം: രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് രീതി, സുപ്രീം കോടതിയും ഹൈക്കോടതികളും തമ്മിലുള്ള ബന്ധം, പാർലമെന്റും സംസ്ഥാന നിയമസഭകളും തമ്മിലുള്ള അധികാരവിനിമയം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ജൂൺ 18. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 ജൂൺ 18. ഒന്നാം ഭേദഗതി പ്രകാരം ജന്മിത്വം നിർത്തലാക്കി. ഒന്നാം ഭേദഗതി പ്രകാരം ജന്മിത്വം നിർത്തലാക്കി. ഒന്നാം ഭേദഗതി പ്രകാരം പട്ടിക 9 മാറ്റം വരുത്തി 9A കൂട്ടിച്ചേർത്തു. ഒന്നാം ഭേദഗതി പ്രകാരം പട്ടിക 9 മാറ്റം വരുത്തി 9A കൂട്ടിച്ചേർത്തു. രണ്ടാം ഭേദഗതി ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യാ പരിധി 7.5 ലക്ഷം എന്നത് എടുത്തുകളഞ്ഞു. രണ്ടാം ഭേദഗതി ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യാ പരിധി 7.5 ലക്ഷം എന്നത് എടുത്തുകളഞ്ഞു. ഒരു ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കാമെന്ന് 7ാം ഭേദഗതിയിലൂടെ നടപ്പിലാക്കി. ഒരു ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കാമെന്ന് 7ാം ഭേദഗതിയിലൂടെ നടപ്പിലാക്കി. പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭേദഗതി 18. പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭേദഗതി 18. ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണമെന്ന് പറയുന്ന ഭേദഗതി 24ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണമെന്ന് പറയുന്ന ഭേദഗതി 24ാം ഭേദഗതി. സിക്കിം സംസ്ഥാനം 36. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി 42ാം ഭേദഗതി. 42ാം ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1976 ഡിസംബർ 18. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1976 ഡിസംബർ 18. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതിയിലൂടെ ലോക്സഭാ കാലാവധി 6 ആയി ഉയർത്തി. 42ാം ഭേദഗതിയിലൂടെ ലോക്സഭാ കാലാവധി 6 ആയി ഉയർത്തി. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് 42ാം ഭേദഗതി പ്രകാരം. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് 42ാം ഭേദഗതി പ്രകാരം. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതി. ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്ത ഭേദഗതി 42. 42ാം ഭേദഗതി പ്രകാരം നിർദ്ദേശക തത്വങ്ങളിൽ 39A, 43A, 48A എന്നിങ്ങനെ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതി പ്രകാരം നിർദ്ദേശക തത്വങ്ങളിൽ 39A, 43A, 48A കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതി ഭരണം പാർലമെന്റ് അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം 1 വർഷം വരെ നീട്ടാം. 42ാം ഭേദഗതി.
രാഷ്ട്രപതി ഭരണം പാർലമെന്റ് അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം 1 വർഷം വരെ നീട്ടാം. 42ാം ഭേദഗതി. 44ാം ഭേദഗതി മൊറാർജി ദേശായി ഗവൺമെന്റ്. 44ാം ഭേദഗതി മൊറാർജി ദേശായി ഗവൺമെന്റ്. 1979 ഏപ്രിൽ 30-ന് 44ാം ഭേദഗതി നിലവിൽ വന്നു. ഒപ്പുവെച്ച രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. 1979 ഏപ്രിൽ 30-ന് 44ാം ഭേദഗതി നിലവിൽ വന്നു. ഒപ്പുവെച്ച രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി. ലോക്സഭയുടെ കാലാവധി വീണ്ടും 5 വർഷമാക്കിയ ഭേദഗതി 44ാം ഭേദഗതി. ലോക്സഭയുടെ കാലാവധി വീണ്ടും 5 വർഷമാക്കിയ ഭേദഗതി 44ാം ഭേദഗതി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കലാപം എന്നത് സായുധ കലാപം ആംഡ് റിബല്യൻ എന്നാക്കിയത് 44ാം ഭേദഗതി പ്രകാരം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കലാപം എന്നത് സായുധ കലാപം ആംഡ് റിബല്യൻ എന്നാക്കിയത് 44ാം ഭേദഗതി പ്രകാരം. ഓർഡിനൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന വ്യവസ്ഥ 44ാം ഭേദഗതി. ഓർഡിനൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന വ്യവസ്ഥ 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 19(1) F പ്രകാരം സ്വത്തവകാശം മൗലികാവകാശമാണ് എന്നത് നീക്കം ചെയ്തത് 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 19(1) F പ്രകാരം സ്വത്തവകാശം മൗലികാവകാശമാണ് എന്നത് നീക്കം ചെയ്തത് 44ാം ഭേദഗതി. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A നിയമാവകാശമായി കൂട്ടിച്ചേർത്തു. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A നിയമാവകാശമായി കൂട്ടിച്ചേർത്തു. കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി. ഗ്യാനി സെൽ സിംഗ്. കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി. ഗ്യാനി സെൽ സിംഗ്. പഞ്ചായത്ത് രാജ് നിയമം 73ാം ഭേദഗതി. പഞ്ചായത്ത് രാജ് നിയമം 73ാം ഭേദഗതി. മുനിസിപ്പാലിറ്റി നിയമം 74ാം ഭേദഗതി. മുനിസിപ്പാലിറ്റി നിയമം 74ാം ഭേദഗതി. 73ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഷെഡ്യൂൾ 11 29 വിഷയങ്ങൾ. 73ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഷെഡ്യൂൾ 11 29 വിഷയങ്ങൾ. 74 പ്രകാരം കൂട്ടിച്ചേർത്തത് 12ാം പട്ടിക 18 വിഷയങ്ങൾ. 74 പ്രകാരം കൂട്ടിച്ചേർത്തത് 12ാം പട്ടിക 18 വിഷയങ്ങൾ. 73ാം ഭേദഗതി ഉൾപ്പെട്ട ഭാഗം 9. 73ാം ഭേദഗതി ഉൾപ്പെട്ട ഭാഗം 9. 74ാം ഭേദഗതി ഭാഗം 9A. 74ാം ഭേദഗതി ഭാഗം 9A. ഒപ്പുവെച്ച രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ. ഒപ്പുവെച്ച രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ. 199. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ സംവരണം 33%. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ സംവരണം 33%. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ കാലത്ത് വന്ന ഭരണഘടനാ ഭേദഗതി 86. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ കാലത്ത് വന്ന ഭരണഘടനാ ഭേദഗതി 86. 86 പ്രകാരം നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 45 ഭേദഗതി ചെയ്തു. 86 പ്രകാരം നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 45 ഭേദഗതി ചെയ്തു. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് വിഭജിച്ച ഭേദഗതി 89 2003. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് വിഭജിച്ച ഭേദഗതി 89 2003. 86ാം ഭേദഗതി ഒപ്പുവെച്ച വർഷം 2002. 86ാം ഭേദഗതി ഒപ്പുവെച്ച വർഷം 2002. നിലവിൽ വന്ന വർഷം ജൂലൈ 1 2003. നിലവിൽ വന്ന വർഷം ജൂലൈ 1 2003. 91ാം ഭേദഗതി പ്രകാരം കേന്ദ്രമന്ത്രിസഭയുടെ എണ്ണം 81 കേരള സംസ്ഥാന മന്ത്രിസഭയുടെ എണ്ണം 21 വരെ ആക്കാം. അംഗസംഖ്യയുടെ 15%. 91ാം ഭേദഗതി പ്രകാരം കേന്ദ്രമന്ത്രിസഭയുടെ എണ്ണം 81 കേരള സംസ്ഥാന മന്ത്രിസഭയുടെ എണ്ണം 21 വരെ ആകാം. ഇത് നിലവിൽ വന്നത് 2003. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനമുണ്ടായാൽ അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന പാർട്ടി അംഗങ്ങൾ കൂറുമാറ്റ നിയമത്തിന് വിധേയരാകും. 91ാം ഭേദഗതി. രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനമുണ്ടായാൽ അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന പാർട്ടി അംഗങ്ങൾ കൂറുമാറ്റ നിയമത്തിന് വിധേയരാകും. 91ാം ഭേദഗതി. ഒറിയ എന്നത് ഒഡിയ എന്നാക്കിയത് 96ാം ഭേദഗതി. ഒറിയ എന്നത് ഒഡിയ എന്നാക്കിയത് 96ാം ഭേദഗതി. 97 സഹകരണ സംഘങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 9B. 97 സഹകരണ സംഘങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 9B. 100ാം ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പുനർനിർണയം. 100ാം ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പുനർനിർണയം. 101 ചരക്കു സേവന നികുതി GST. 101 ചരക്കു സേവന നികുതി GST. 102 ദേശീയ പിന്നാക്ക കമ്മീഷൻ ഭരണഘടനാ പദവി നൽകി. 102 ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 103 സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം. 103 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം.
104 സംസ്ഥാനങ്ങൾക്ക് പിന്നാക്ക സംവരണ പട്ടിക തയ്യാറാക്കാൻ അനുമതി നൽകി. ആർട്ടിക്കിൾ 342A കൂട്ടിച്ചേർത്തു. 104 സംസ്ഥാനങ്ങൾക്ക് പിന്നോക്ക സംവരണ പട്ടിക തയ്യാറാക്കാൻ അനുമതി നൽകി. 106 നാരി ശക്തി വന്ദൻ അധിനിയം സ്ത്രീകൾക്ക് ലോക്സഭ രാജ്യസഭയിലില്ല. നിയമസഭ, ഡൽഹി, പുതുച്ചേരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 35% സംവരണം. 106 നാരി ശക്തി വന്ദൻ അധിനിയം സ്ത്രീകൾക്ക് ലോക്സഭ, നിയമസഭ, ഡൽഹി, പുതുച്ചേരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 35% സംവരണം. താങ്ക് യു.